ചെറിയപ്പോ അത് നടക്കൂല. ഞാൻ സംസാരിച്ചേക്ക് അതിന് പോയി നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളും ചെപ്പം പോരുമോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? വാലേക്കുസ്സലാം. എന്റെ കുട്ടിയെ തന്നെ ഞാനടാ ഒരു ബൈക്കിങ്ങനെ ഇറങ്ങാൻ നിൽക്കുക. ഞാൻ വരുമ്പോ ഞാൻ പെരിയിലാണ് കയറാ. നമ്മളെ വാട്ടിയാക്കല്ലേ? അതിനെപ്പോഴും വരും. മൂപ്പരെ കണ്ടിട്ട് ഒരുപാട് കാലായി. ഇജ്ജ് കഴിഞ്ഞ ലീവില് കഴിഞ്ഞ വരവിന് വന്നപ്പോൾ ശരി. എന്താ വാട്ടിയാക്കാന്റെ വർത്താനം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. അയാളെ മകൻ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ചെറുപ്പം മുതലേ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കുടുംബം നോക്കി. ചുരുക്കി പറഞ്ഞ അയാളെ മുക്കാ ഭാഗം പ്രവാസ ലോകത്തിനടുത്തു. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഷുഗറും പ്രഷറൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഷുഗറും പ്രഷറും മാത്രമൊന്നുമല്ല, ഇങ്ങനെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരാണ്? നമുക്ക് പഠിച്ചോ ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സത്തെ അതിന് പ്രാർത്ഥിക്കും. ജീവിച്ചാൻ കൊതിയില്ലോൽക്കല്ലേ പിണീനെ ദീർഘായുസ് വേണ്ടതുള്ളൂ. ജീവിതം മതിയായൽക്ക് എന്തിനാടാ ദീർഘായുസ്? എന്ത് പിരാന്ത എന്താ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാല് മനസ്സിനെന്തോ ഒരു സമാധാനക്കേട്. ഒന്നാമത് പണിയൊന്നും ഇല്ലാതെ പെരയിൽ കുത്തിരിക്കല്ലേ. എനിക്ക് സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അത് പറയാം. എനിക്കിപ്പോ ഒരു പണിയാണ് വേണ്ടത്. പൈസ എനിക്ക് വേണ്ടണ്ണീനെ. നാളെ ഇജ്ജുനോട് കണക്ക് പറഞ്ഞാലോ? ഇജ്ജ് അങ്ങനെ മനസ്സിലാക്കണ്? പേടിയാണടാ, എനിക്കിപ്പോ എല്ലാരും പേടിയാ. ഹലോ, റസാഖല്ലേ? എന്താ റസാഖെ, ഒരാഴ്ചക്ക് തരാന്ന് 50,000 റുപ്യ വാങ്ങിയിട്ട് മാസം ഒന്നായി. എടഞ്ഞാം ഓക്കെ, ഞാൻ വിളിച്ചാ. എന്താ പാപ്പാ തിരക്കിലല്ലെങ്കിൽ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ വിഷയം? വേഗം പറയും. എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നാരായണന്റെ അവിടുന്ന് ചായ കുടിച്ച കുറച്ച് പൈസ അവിടെ കൊടുക്കണ്ടായിരുന്നു. ഒരു കാര്യം വാപ്പ മനസ്സിലാക്കണം, ചെലവൊക്കെ ചുരുക്കി വേണം. നിങ്ങളടുത്ത് ഇപ്പൊ വരുമാനമൊന്നുമില്ല. അപ്പൊ എനിക്കൊരു ഭാരമായോ? ആയിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വാപ്പ, ആവരുതെന്നാ പറഞ്ഞത്. സങ്കടപ്പില്ല, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ.